മഴ മുന്നറിയിപ്പില്ലെങ്കിലും സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും മഴയുണ്ട്. എറണാകുളം നഗരത്തിൽ രാവിലെ മുതൽ ശക്തമായ മഴയാണ്. തിരുവനന്തപുരത്തും ഇടുക്കിയിലും മഴയുണ്ട്. നമ്മുടെ വിവിധ പ്രതിനിധികൾ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിന്നിൽ, രാഹുൽ ജിനാഥ്, ജയന്ത് രാജു ഇവരൊക്കെയുണ്ട്. ആദ്യം നമുക്ക് ബിന്നിലിനോട് ചോദിക്കാം, കാരണം കൊച്ചിയിൽ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ബിന്നിൽ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ തോർന്നു നിൽക്കുന്നുണ്ടോ? മഴക്കോളുണ്ടോ? നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ മഴക്കാറുണ്ട്. ഇനി മഴ പെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ബിന്നിൽ പറഞ്ഞിരുന്നു. ഗുഡ് മോർണിംഗ് മോത്തി. മഴക്കോൾ ഇപ്പോഴുമുണ്ട്. മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. രാവിലെ 5 മണി മുതൽ നല്ല മഴ എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പെയ്തിരുന്നു. ഇപ്പോൾ ഏതാണ്ട് തെളിഞ്ഞ ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷേ മഴ മുന്നറിയിപ്പ് അത് ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് കൊച്ചിയിലടക്കം ഇത്ര ശക്തമായൊരു മഴ പെയ്തത് എന്നതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ളത്. കാരണം നമ്മൾ ഓരോ തവണയും ഈ മഴ മുന്നറിയിപ്പൊക്കെ വരുമ്പോൾ നമ്മൾ ഈ മഴയൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പോൾ മുന്നറിയിപ്പേ ഇല്ലാതെ മഴ വന്നിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലുള്ള ന്യൂനമർദ്ദമാണ് ഈ എറണാകുളത്തൊക്കെ ഇത്തരത്തിൽ ശക്തമായൊരു മഴയിലേക്ക് പോകാനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും ശക്തമായ ന്യൂനമർദ്ദങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മഴ അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ് എറണാകുളത്തും കൊച്ചി നഗരത്തിലും ഒക്കെ തന്നെ ഉള്ളത്. മഴ രാവിലെ മുതൽ ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ നല്ല മഴ തന്നെ കിട്ടിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ കൊച്ചി നഗരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലൊക്കെ ആകും. പക്ഷേ ഇന്ന് രാവിലെ പെയ്ത മഴയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് ഇത്രയും സമയം ഒരു 3-4 മണിക്കൂർ നീണ്ടു നിന്ന് പെയ്തെങ്കിലും വലിയ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ കാര്യമായ വെള്ളക്കെട്ടൊന്നുമില്ല. പക്ഷെ രാവിലെ ജോലിക്ക് ഇറങ്ങിയവരൊക്കെയാണ്, സ്കൂളിലേക്ക് പോകാനിറങ്ങിയ കുട്ടികൾ, അവരൊക്കെയാണ് ബുദ്ധിമുട്ടിയത്. പലരും 2-3 ദിവസമായൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു, വെയിലൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ മഴ വന്നത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ഏതായാലും വെള്ളക്കെട്ടില്ല എന്നത് ആശ്വാസകരമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. രാഹുൽ ജി നാഥ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. രാഹുൽ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തും മഴയ്ക്ക് കുറവില്ല, പക്ഷെ അതിശക്തമായൊരു മഴ ഉണ്ടായോ എന്നറിയില്ല. എങ്ങനെയാണ് മഴയുടെ സ്ഥിതി? മലയോര മേഖലകളിലൊക്കെ ശക്തമായി പെയ്തോ? ഏതായാലും മഴയ്ക്ക് കുറവില്ല എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ അത്തരം ഒരു കാഴ്ചയാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ വലിയ തെളിഞ്ഞ ആകാശമാണുള്ളത്, നല്ല വെയിലുണ്ട്. ഇന്നലെയും സമാനമായ ഒരു കാഴ്ചയായിരുന്നു. പുലർച്ചെ മഴ പെയ്യുന്നു. നമുക്ക് 1 മണിക്കൂർ മുൻപും ഈ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ മാത്രമാണ് തിരുവനന്തപുരത്ത് 2 ദിവസമായി ഈ കാഴ്ച നമ്മൾ കാണുന്നത്. എന്തായാലും മഴ മുന്നറിയിപ്പ് ഒരു ജില്ലകളിലും നിലവിലില്ല എന്നുള്ളത് തന്നെ. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. വടക്കൻ ജില്ലകളിൽ മാത്രമായിരുന്നു അലർട്ട് ഉണ്ടായിരുന്നതെങ്കിലും രാവിലെ മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. രാവിലെ ഈ ജോലിക്ക് പോകുന്നവർക്ക് ഇന്നലെയും അത് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് മുൻകരുതൽ എടുത്തതുകൊണ്ട് കുറേയധികം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും മാനം തെളിഞ്ഞിട്ടുണ്ട്. രാവിലെ അത്തരത്തിലായിരുന്നു, മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. മഴയും പെയ്തു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, അതായത് വരുന്ന മണിക്കൂറുകൾ മഴ പ്രതീക്ഷിക്കാമെന്ന തരത്തിൽ. ഒപ്പം കാറ്റിനും സാധ്യതയുണ്ട്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സമാനമായ സാഹചര്യമാണ്. മത്സ്യബന്ധനത്തിന് വിലക്കില്ല എങ്കിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാറ്റിന് വേഗത കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നില്ല, ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ശക്തമായ മഴ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ വലിയ മഴയ്ക്ക് ശേഷം ഇതാ തെളിഞ്ഞ കാലാവസ്ഥയാണ് തിരുവനന്തപുരത്ത്. ഇനി ഇടുക്കിയിൽ എങ്ങനെയാണെന്ന് അറിയാം. ജയന്ത് രാജു ഉണ്ട് അവിടെ നിന്നും. ജയൻ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ എങ്ങനെയാണ്? മഴയുണ്ടോ ശക്തമായി? മോത്തി, രാവിലെ മഴയുണ്ടായിരുന്നു. പുലർച്ചെ ഒരു 3 മണിയോടുകൂടി ശക്തമായ മഴ പെയ്തിരുന്നു. അതിനുശേഷവും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയായിരുന്നു. രാവിലെ ഒരു 7 മണി വരെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ആകാശം പൂർണ്ണമായും തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. വെയിൽ തെളിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടുക്കിയിൽ കാര്യമായ മഴ പെയ്തിട്ടില്ല. മലയോര മേഖലയിലാണ് നേരിയ രീതിയിലാണെങ്കിലും മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡാമുകളുടെ കാര്യത്തിലൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ചെറിയ ഡാമുകളാണെങ്കിൽ പോലും ഇപ്പോൾ ഒന്നിൻ്റെയും ഷട്ടറുകൾ ഉയർത്തി വെച്ചിട്ടില്ല. ശക്തമായ മഴ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മോത്തി, ശരി. ജയന്ത് രാജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.